ഹലോ ഗെയ്സ്, ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നടക്കാനൊന്നും പോയിട്ടില്ല. വണ്ടിയൊക്കെ പൊടിക്കാറ്റ് കടിച്ചിരുന്നു. അപ്പോൾ വണ്ടി നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴുകി പിന്നെ ഇപ്പോൾ കുളിച്ച് ഫ്രഷായി. ഇനി കുബൂസ് വാങ്ങാൻ പോകണം. കുബൂസോ അല്ല ഇറാനി റൊട്ടിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം. ഒന്നും കഴിക്കാനില്ല. അപ്പോൾ ഇനി വാങ്ങിയിട്ട് വരാം. ഇറാനി കുബൂസ് തന്നെ വാങ്ങുക. ഇത് കട ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു 5 മിനിറ്റ് പോകാനുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അതന്നെ വാങ്ങിയിട്ട് വരാം. പെട്ടെന്ന് വാങ്ങും ചെയ്യുക, വേഗം വന്നിട്ട് കഴിക്കും ചെയ്യുക. അടുത്തുള്ള വെച്ചിട്ട് ഷോർട്ട് ബൈക്ക് വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ റോഡ് ക്ലോസ് ആണ്. റോഡ് പണി നടക്കുകയാണ്. ധാരിങ്ങിൻ്റെ ഒക്കെ ഇത് ക്ലോസ് ആക്കി വെച്ചിരിക്കണേ. ഇനി അതിൽ കൂടെ ചുറ്റി കറങ്ങിയിട്ട് വരണം. ഇനി ഏതായാലും ഇങ്ങനെ പോയിട്ട് സാധാരണ റൂട്ടിൽ കൂടെ തന്നെ പോയി വരാം. അപ്പോൾ അതാണ് ഇറാനി കുബൂസിൻ്റെ ഷോപ്പ്. പിന്നെ അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെ പോയിട്ട് 2 ഇറാനി കുബൂസ് വാങ്ങിത്തരാം. പിന്നെ കാണാത്തൊക്കെ ഇറാനി കുബൂസ് കാണുകയും ചെയ്യാമല്ലോ, നാട്ടിലുള്ളവർക്കൊക്കെ. ഇവിടെ ഉള്ളവർക്കൊക്കെ പിന്നെ എന്തെങ്കിലും കണ്ട് ശീലമായിട്ടുണ്ടാവും. ഒന്നുമില്ലാത്തപ്പോൾ അത് വാങ്ങാം. അതാ ഇതിന് ചിലവും കുറവാണ്, കുറഞ്ഞ പൈസയേ ഉള്ളൂ. ചോട്ടിന് പഴത്തിൻ്റെ മരമൊക്കെ ഉണ്ട്. ഇതിന് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് കായ്ക്കലുണ്ട്. ഇപ്പോൾ അടുത്ത സീസൺ തണുപ്പുകാരൊക്കെ ആകുമ്പോൾ തുടങ്ങും, അതിൻ്റെ കായ്ക്കാൻ തുടങ്ങും. അസ്സലാമു അലൈക്കും. इतने करो ബാക്കി ഒരു 10 വിൽസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അവർക്ക് തന്നെ കൊടുത്ത്. ഇതാണിപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. കണ്ടില്ലേ, 2 വാങ്ങിയിട്ടുണ്ട്. അത് ഒരു നേരത്തേക്ക് 1 തന്നെ ധാരാളമാണ്. അത്രയും വലിപ്പമുണ്ട് കേട്ടോ. ചെറിയ കുബൂസൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. അങ്ങനെ നിൽക്കട്ടെ, ഇനി വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ വീട്ടിലെത്തി. ഇനി കുറച്ച് കോഫി ഉണ്ടാക്കണം. നെസ്കാഫെ ഉണ്ടാക്കാനുള്ളത്. നെസ്കാഫിൻ്റെ ക്രീമാണ്. കുറച്ച് കോഫി പൗഡർ ഇടുക, കുറച്ച് പാൽപ്പൊടിയാണ്. ഇവിടുന്ന് കിട്ടുന്ന റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പാൽപ്പൊടിയാണ്. അതിൽ കുറച്ചിടും. പിന്നെ 1 സ്പൂണ് പഞ്ചസാര ഇടും. എന്നിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. 2 കോഴിമുട്ട പീങ്ങാൻ വെച്ചിരുന്നു. അത് പീങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കുബൂസും വെക്കുക. പിന്നെ കുറച്ച് തൈരും ഉണ്ട്. തൈരും കൂട്ടുക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. എല്ലാവരും ഇങ്ങനെ കഴിക്കണമെന്നുണ്ടാവില്ല, ചിലർക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ മടിയാവും. ഇറാനി കുബൂസും കോഴിമുട്ടയും തൈരൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തൊരു ടെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ടെൻറ്റിൻ്റെ വിശേഷങ്ങൾ കുറച്ച് കാണിച്ചു തരാം. അതിനോട് പിന്നെ ഞാൻ ഇവിടെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ദിവാനിയുണ്ട്. അവർ പുറത്ത് ടെൻറ്റ് കെട്ടിക്കൊണ്ടാണ്. ഞാൻ ദിവാൻ്റെ അകത്തോടൊപ്പം നിൽക്കണത്. ഇതിൻ്റെ അകം ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കി. ഇത് നാരങ്ങ തയ്യാട്ടോ. ടീമിൽ നമ്മൾ കാണുമ്പോൾ നാച്ചുറൽ തോന്നിക്കുന്ന നാച്ചുറലൊന്നുമല്ല. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. താഴെ വീണ് കിടക്കുന്നുണ്ട് 3-4 പീസ്. പിന്നെ 2 AC, 3 സൈഡിൽ സോഫയും വെച്ചിരിക്കണ്. അവിടെ TV വെച്ച്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇതിവിടെ വരുന്ന ഗസ്റ്റ് ആൾക്ക് കുടിക്കാനുള്ള ഗാവൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സാണ്.
പിന്നെ അയാൾക്ക് എന്തെങ്കിലും പിസ്സ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി സ്പൂണും. ഇത് കേക്കൊക്കെ ചില ടൈമിൽ കേക്കൊക്കെ മുറിക്കാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് എടുക്കാൻ വേണ്ടിയുള്ള കയ്യിലാണ്. അതിൻ്റെ അടിയിൽ പാത്രമുണ്ട്. പിന്നെ ഇതിവിടെ ഫ്രീസർ. ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ഇപ്പോൾ ഇവിടെ ആരും വരില്ലല്ലോ അല്ലാതെ. ആളുടെ മോൻ്റെ കൂട്ടുകാരോട് വന്നിരുന്നത്. അവന് ഇപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ജോലിക്ക് കയറിയിരിക്കണേ. അപ്പോൾ പിന്നെ അവിടെ നിൽക്കലില്ല. ഇത് റൂം സ്പ്രേ ആണ്. ഇവിടെ ദിവാനിലടിക്കലാണ്. പിന്നെ ഇതിൽ ഊതുണ്ടായി, ഊത് കത്തിക്കണുണ്ട്. ഊതുണ്ട്, ഇതിൽ കുറച്ചുണ്ട്, ബാക്കിയുണ്ട്, കത്തി കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് ഇതാ അതിൻ്റെ ഫ്രഷ് ഊത് അതുപോലെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഗസ്റ്റിലുണ്ടാകുമ്പോൾ മാത്രമേ കത്തിക്കാറുള്ളൂ. ഇതിന് എഴുതിക്കണ പേര് കണ്ടില്ല, ഇത് ഇവിടുത്തെ മാമാൻ്റെ പേരാണ് എഴുതിക്കണത്, അൽത്താഫ്. അവരവിടുന്ന് ഉണ്ടാക്കിച്ചതാണ്. പിന്നെ അപ്പുറത്ത് ഇത് ടിഷ്യൂ വെക്കാനുള്ള ബോക്സ്, ടിഷ്യൂ ബോക്സ്. ബാത്റൂമാണ് ഇവിടുത്തെ. ഇതിൽ മിററുണ്ട്. ഞാൻ കുറച്ച് റൂം സ്പ്രേ അവിടുത്തെ അടിച്ച് വെച്ചിരിക്കണം. എല്ലാ സൈഡിലും കുഷനുണ്ട്, സോഫ ഉണ്ട്. അതൊക്കെ ഓരോരോ ടീപ്പോയും സെൻറ്ററിൽ വെക്കണം. അതിമേൽ വെച്ചിട്ടാണ് കേക്കൊക്കെ മുറിക്കൽ. ചില ടൈമിൽ ഫ്ലവർ അതിമേൽ വെക്കാറുണ്ട്. ഇതാണ് ദിവാനിൻ്റെ പുറംഭാഗം. ഇതോടെ കൂടി എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.